ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു പനീർ കൊണ്ടൊരു നല്ല തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഒരൊറ്റ ചീരയേ ഉള്ളൂ, അതിന് പച്ച ചീര. എൻ്റെ സിറ്റ് ഔട്ടിൽ ചെടിച്ചട്ടി നിന്ന ഒരു ചീരയാണേ, ഒരേ ഒരു ചീര. അപ്പോൾ അതിനകത്ത് 200 ഗ്രാം പനീർ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ചീര ഞാൻ കഴുകി അരിഞ്ഞ് വെച്ചേക്കാണ്. ഇതിനകത്ത് ഈ പനീർ ഒന്ന് പൊടിച്ച് വെക്കാം. മതി. നല്ല ചീരയും പനീറുമായിട്ട് നല്ല കോമ്പിനേഷനാണ്. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഈ അടുപ്പ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണേ. നമുക്കിതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മതിയേ. ഒരു നോക്കട്ടെ. ഓക്കെ, ഒരു 1.5 ടേബിൾ സ്പൂണേ ഉള്ളേ. ഇനി ഇതിനകത്ത് ചൂടാവണം. ചൂടായിട്ടുണ്ടേ. ഇതിനകത്ത് ഒരു 3 വലിയ വെളുത്തുള്ളി അല്ലി അത് ഗ്രേറ്റ് ചെയ്തേ, അതിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഇതധികം ഒന്ന് മൂത്തൊന്നും പോകണ്ടേ, ഒന്ന് ചെറുതായിട്ടൊരു വാതിൽ മതി. ഇനി ഈ പച്ച ചീരയില്ലേ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന അതിട്ട് കൊടുക്കേ. ഇതൊന്ന് വാടട്ടെ. ഇത്ര വാടണ്ട, ഒരു ചെറുതായിട്ടൊരു വന്നുമ്പോൾ നമുക്ക് അടുത്ത പൊടി ഇട്ട് കൊടുക്കാം. ഈ ഒന്ന് വാടിയ 1 മിനിറ്റേ കിടന്നുള്ളേ. അതിനകത്തോട്ട് ഈ പനീറില്ലേ പൊടിച്ച് വെച്ചേക്കുന്ന അതിട്ട് കൊടുക്കാം. ഇത് 200 ഗ്രാം പനീറാണേ. ഇതിനകത്ത് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, നമ്മുടെ എരിക്കനുസരിച്ച് എന്ത് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്യേ. ഈസി പണിയല്ലേ, നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ നമുക്ക് റെഡി ആയി കിട്ടും. കഴിഞ്ഞില്ലേ? ഇത് അടച്ചു കൊടുക്കല്ലേ, അടച്ചു കൊടുത്താൽ വെള്ളമയം പോലെ ഒരുമാതിരിയാവും. ഇങ്ങനെ കിടക്കട്ടെ, 1 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. തീച്ച് കുറച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയില്ലേ അതെടുത്ത് വെച്ചിട്ടുണ്ട്.
അത് ഈ മിക്സിയുടെ ഞാനിപ്പോൾ കുരുമുളക് പൊടിച്ച മിക്സിയുടെ ജാറേ കുട്ടി ജാറ് അതിനകത്തോട്ടിട്ട് കൊടുക്കേ. ഇത് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചുകൊണ്ടിരിക്കുക, നല്ല പൊടിയരുത്, തരിതരിപ്പായിട്ട് പൊടിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇതിനകത്ത് ഒരു നുള്ളൊരു 1/4 ടീസ്പൂൺ ഉണ്ട് കസൂരി മേത്തി, അതിട്ട് കൊടുക്കുക. അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കസൂരി മേത്തി, അതിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഇനി ഇതിലോട്ട് നമ്മൾ ഈ പൊടിച്ചുകൊണ്ട് വന്ന ഞാൻ പറഞ്ഞില്ലേ തരിതരിപ്പായിട്ട് കണ്ടില്ലേ, തരിതരിപ്പായിട്ട് പൊടിച്ച പൊട്ടുകടല. ഇതിൻ്റെ പകരം കപ്പലണ്ടി എടുക്കേ, നിലക്കടല. അപ്പോൾ ഇത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേ. തീരെ കുറച്ചിട്ടേക്കാണ് കേട്ടോ. നമ്മൾ ഈ കടലപ്പൊടി ഇട്ടതിന് ശേഷം ഒരു തുള്ളി വെള്ളം ഞാനൊന്ന് തളിച്ച് കൊടുക്കണേ, നമ്മുടെ ഈ കൈക്ക് കൊള്ളുന്ന വെള്ളം. എന്നിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. പോനെ ആവരുത് വെള്ളം, ഒരു തുള്ളി വെള്ളം. എന്നിട്ട് ചെറിയ തീയിൽ 1 മിനിറ്റ് ഒന്ന് അടച്ചിടേ. നമ്മളെ പനീർ ചീര നോക്കേ, നല്ല സൂപ്പർ ടേസ്റ്റിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീര പനീർ റെഡിയായി. ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് എടുക്കുക. ഇത് പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ ചപ്പാത്തിക്കെല്ലാം വെച്ച് റോൾ ചെയ്ത് കൊടുത്തു വിടാം സ്കൂളിലൊക്കെ പോകുമ്പോഴേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം. കണ്ടില്ലേ നമ്മുടെ പനീർ ചീര. അത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ എന്ത് ഈസിയാണെന്നറിയാമോ, പെട്ടെന്ന്. ഇപ്പോൾ ഒരു ചീര ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പനീറുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കാം, ചോറിനും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.